വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മാസപ്പടി കേസിൽ CMRLനും വീണ വിജയനും ആശ്വാസം. SFIO റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. തൽസ്ഥിതി തുടരാനാണ് കോടതിയുടെ ഉത്തരവ്. 2 മാസത്തേക്കാണ് തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞത്. SFIO കുറ്റപത്രത്തിനെതിരെ CMRL നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ SFIOയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇടക്കാല ഉത്തരവാണ്. ഇനി അന്തിമ വിധി വരുന്നത് വരെ സ്റ്റാറ്റസ് കോ, തൽസ്ഥിതി എന്നതാണ് അതിന്റെ ചുരുക്കം, അല്ലേ? എന്തായാലും CMRLനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്കും ഒരു താൽക്കാലിക ആശ്വാസം കിട്ടി എന്ന് പറയാം വിജയകുമാർ. കാരണം SFIO വളരെ വേഗം ഈ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സമൻസ് നടപടികളിലേക്കൊക്കെ കടന്നതാണ്. പക്ഷേ ഇനി എന്തായാലും ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ കോടതിയിൽ നിലവിൽ നൽകിയിട്ടുള്ള ഈ ഹർജിയിൽ വിശദമായ വാദം കേട്ട് അതിലെന്തായാലും ഒരു തീരുമാനമുണ്ടാകണം. അതുവരെ തൽക്കാലം ഈ കേസിൽ SFIOയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയില്ല. മാസപ്പടി കേസിൽ തൽസ്ഥിതി തുടരാൻ അവധിക്കാല ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. SFIO റിപ്പോർട്ടിനെതിരെ CMRL നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഈ നടപടി. SFIO ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ 5 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ഹർജി അവധിക്കാലത്തിന് ശേഷം കോടതി പരിഗണിക്കാനായി മാറ്റി. SFIO റിപ്പോർട്ട് ഫയലിൽ സ്വീകരിക്കാൻ കോടതിക്ക് കഴിയുമെന്നും കമ്പനി നിയമത്തിലെ നടപടിക്രമം അനുസരിച്ചാണ് കേസെടുത്തതെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചല്ല കോടതിയിലെ നടപടികളെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇത് കൃത്യമായി ഉൾക്കൊള്ളാൻ കോടതി തയ്യാറായില്ല. എന്തായാലും മറുപടി സത്യവാങ്മൂലം പരിശോധിച്ച ശേഷം ഈ കേസിൽ അന്തിമ വിധി പറയും. തൽക്കാലം അതുവരെ തൽസ്ഥിതി തുടരണം. തൽസ്ഥിതി തുടരും. ആ കേസിൽ വിശദമായ വാദം കേട്ട് ഹൈക്കോടതി CMRLന്റെ ഹർജിയിൽ തീർപ്പുണ്ടാക്കുന്നതുവരെ എങ്കിലും ഇതേ നിലയിൽ ഏതെങ്കിലും തരത്തിൽ തുടർ നടപടികൾക്ക് SFIOയ്ക്ക് കഴിയില്ല. സമൻസ് അയക്കുന്നതടക്കം ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമ്പോഴാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ അത്തരം തുടർ നടപടികളാകെ തടഞ്ഞിരിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. നീതി ലഭിക്കുന്നതുവരെ മുനമ്പത്തുകാർ നിയമപോരാട്ടം നടത്തേണ്ടി വരുമെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പരാമർശത്തിൽ വിമർശനവുമായി സിറോ മലബാർ സഭ. പ്രശ്നം പരിഹരിക്കാത്തതിൽ നിരാശയും ആശങ്കയുമുണ്ടെന്നാണ് സഭയുടെ പ്രതികരണം. ഈസ്റ്ററിന് ശേഷം മുനമ്പം സമരസമിതി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. I have to respect the judiciary, the constitutional authorities. That is why I am not spelling a deadline, a particular fixed time. I am not saying, but that doesn't mean that your issue will be not settled. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഈ വിശദീകരണം BJPയെയും മുനമ്പം ജനതയും പ്രതിസന്ധിയിലാക്കി. ഭൂമി പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികൾ മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇനിയെങ്കിലും വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടണമെന്ന് സീറോ മലബാർ സഭാ വക്താവ് ആന്റണി വടക്കേക്കര. ഗവൺമെന്റുകൾ ഈ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടി നിയമം അമെൻഡ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ജനങ്ങളെ ഒത്തിരിയേറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ഇത്രയും ദിവസങ്ങളായി മുനമ്പത്ത് വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലുമായ ജനം സമരമുഖത്തിരിക്കുമ്പോൾ ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അനുകൂലമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായതുമെന്ന് മനസ്സിലാക്കുന്നു. പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി മുനമ്പം ഭൂസംരക്ഷണ സമിതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയത്. ഏറെ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് എന്ന സമരസമിതി. മുനമ്പം ഭൂസമരം 186 ദിവസത്തിൽ കടന്നു. പ്രശ്നപരിഹാരം നീണ്ടുപോയാൽ 3ാം ഘട്ട സമരത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് മുനമ്പം ജനത. 24 കൊച്ചി. വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാകുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് ഭൂമി തിരികെ ലഭിക്കുമെന്ന് പാർലമെന്റിൽ പറഞ്ഞ കേന്ദ്രമന്ത്രി നിലപാട് മാറ്റിയെന്ന് LDFും UDFും. ഇന്ത്യ സഖ്യം കുപ്രചാരണം നടത്തുകയാണ് എന്ന് BJPയുടെ പ്രതികരണം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാറാലി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കും. വഖഫ് ബിൽ നിയമമാകുന്നതോടെ മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ പരിഹാരമുണ്ടാകുമെന്നായിരുന്നു BJP വാദം. മുനമ്പത്തെ താമസക്കാർക്ക് ഭൂമി തിരികെ ലഭിക്കുമെന്ന ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പാർലമെന്റിലെ പ്രസംഗം ചൂണ്ടിക്കാട്ടിയായിരുന്നു നേതാക്കൾ വഖഫ് നിയമ ഭേദഗതിയെ ന്യായീകരിച്ചത്. എന്നാൽ മുനമ്പം സന്ദർശനത്തിലെത്തിയ കിരൺ റിജിജുവിന്റെ പ്രതികരണത്തിന് പിന്നാലെ BJP പ്രതിരോധത്തിലായി. മുനമ്പത്തെ RSS BJP നാടകം പൊളിഞ്ഞെന്നും സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ പറയുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഓർഗനൈസർ തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ച അവരുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് കഴിഞ്ഞാൽ
ഏറ്റവും കൂടുതൽ സ്വത്ത് പള്ളിക്കാണുള്ളത് എന്നാണ്. അപ്പോൾ ആദ്യം മുസ്ലിം വിരുദ്ധത, പിന്നീട് ക്രിസ്ത്യൻ വിരുദ്ധത. ഇത് മുമ്പ് തന്നെയുള്ള RSSന്റെ BJPയുടെ ഒരു സമീപനമാണ്. മുനമ്പത്തെ വഖഫ് ഭൂമി തർക്കവും വഖഫ് ഭേദഗതി നിയമവും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ തുറന്നു പറഞ്ഞെന്നാണ് UDF നേതാക്കളുടെ പ്രതികരണം. കേന്ദ്രത്തിനൊപ്പം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുനമ്പത്തെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഗവൺമെന്റ് ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. മുനമ്പത്തൊരു പച്ചക്കള്ളം പറഞ്ഞ് ഈ ബില്ല് പാസ്സായി അപ്പം തന്നെ ഭൂമി കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവരോട് വന്നിട്ട് പറയുന്നത് ഇനി സുപ്രീം കോടതി വരെ പോയി നോക്കിക്കൊള്ളിയെന്നാണ്. അപ്പോൾ ഇത് തന്നെയാണ്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഒരു കാര്യവുമില്ല. മുനമ്പത്ത് ഇരുമുന്നണികളും കുപ്രചാരണം നടത്തുന്നെന്നാണ് BJPയുടെ പ്രതികരണം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാറാലി ഉച്ചകഴിഞ്ഞ് 3-ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തെ തുടർന്ന് സംഘർഷമുണ്ടായ പശ്ചിമബംഗാളിലെ പ്രശ്നബാധിത മേഖലകളിലേക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക് കനുങ്കോ പ്രതികരിച്ചു. സംഘർഷത്തിൽ ഭാങ്കറിൽ 13 പേരും മുർഷിദാബാദിൽ 251 പേരുമാണ് അറസ്റ്റിലായത്. ബംഗാളിൽ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായ സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് 3 പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ പ്രത്യേക സംഘം ബംഗാൾ സന്ദർശിക്കുന്നത്. കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ നിന്നും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരിൽ നിന്നും കമ്മീഷൻ മൊഴിയെടുക്കും. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക് കനുങ്കോ. സംഘർഷമുണ്ടായ ബാങ്കറിലും മുർഷിദാബാദിലും കനത്ത ജാഗ്രത തുടരുകയാണ്. ബങ്കറിൽ 4 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ സംഘർഷവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. അറസ്റ്റിലായ ഭൂരിഭാഗവും ഇന്ത്യ സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. 251 പേരാണ് കലാപക്കേസുകളിൽ മുർഷിദാബാദിൽ അറസ്റ്റിലായത്. 2 ഇടങ്ങളിലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെങ്കിലും സംഘർഷ സാധ്യത ഒഴിഞ്ഞിട്ടില്ല. പോലീസും കേന്ദ്രസേനയും പട്രോളിംഗ് തുടരുകയാണ്. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. പുതിയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് എത്തുന്നത്. മുസ്ലിം വ്യക്തി നിയമ ബോർഡും കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPIM, DMK, TMC തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുമാണ് പ്രധാന ഹർജിക്കാർ. കേന്ദ്ര സർക്കാരും തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ. ഹർജിയിൽ തങ്ങളുടെ വാദം കേൾക്കാതെ ഉത്തരവിടരുത് എന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. വഖഫ് നിയമത്തെ പിന്തുണച്ച BJP ഭരിക്കുന്ന അസം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ 3 സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ KK രാഗേഷിനെ പുകഴ്ത്തിയ IAS ഉദ്യോഗസ്ഥ ദിവ്യ S. അയ്യർ സമൂഹ മാധ്യമ പോസ്റ്റിൽ വിവാദം തുടരുകയാണ്. ദിവ്യ S. അയ്യർക്കെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ രംഗത്തെത്തി. പോസ്റ്റ് സതുദ്ദേശപരമെങ്കിലും വീഴ്ചയുണ്ടായി എന്ന് KS ശബരിനാഥൻ പ്രതികരിച്ചു. നന്മയുള്ളവരെക്കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസം വേണ്ട എന്നായിരുന്നു സൈബർ വിമർശനങ്ങളിൽ ദിവ്യ S. അയ്യരുടെ മറുപടി. റിപ്പോർട്ടിലേക്ക് വരാം. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗീകാരം. ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ച റിപ്പോർട്ടിന്റെ ഫയൽ വിളിച്ചു വരുത്തിയാണ് മുഖ്യമന്ത്രി ഒപ്പുവെച്ചത്. MR അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് അനിവാര്യമെന്ന് ആരോപണം ഉന്നയിച്ച മുൻ MLA PV അൻവർ ഇന്ന് പ്രതികരിച്ചു. MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു പിടിക്കുന്നുവെന്ന പ്രതിപക്ഷ ആക്ഷേപത്തിനിടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. ഇന്നലെ കണ്ണൂരിൽ നിന്നെത്തിയ മുഖ്യമന്ത്രി ഫയൽ വിളിച്ചൊപ്പിടുകയായിരുന്നു. കേസെടുക്കണമെന്ന DGPയുടെ ശുപാർശ തൊടാതെയാണ് ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസ് റിപ്പോർട്ടിന് സർക്കാർ അംഗീകാരം നൽകുന്നത്. ഒപ്പിച്ചെടുത്ത അന്വേഷണ റിപ്പോർട്ട് കൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് PV അൻവർ. ഒന്നിനോടൊന്ന് അനുബന്ധിച്ച് കെട്ടി പിണർന്ന് കിടക്കുകയാണ്. അതിനൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് താൽക്കാലികമായി ഒപ്പിച്ചെടുത്ത ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ചിട്ട് ഈ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത്.
പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിൽ കേസെടുക്കണമെന്ന DGPയുടെ ശുപാർശയും സർക്കാർ മുഖ്യെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസ് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു. MR അജിത് കുമാർ അനുകൂലമായിട്ട് വിജിലൻസിനെ കൊണ്ട് റിപ്പോർട്ട് എഴുതി വാങ്ങി. സ്വന്തം DGP എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ റിപ്പോർട്ട് പരിഗണിക്കുന്നില്ല. ADGP MR അജിത് കുമാറിനെതിരെ 4 ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്തിൽ അജിത് കുമാറിന് ബന്ധമില്ലെന്ന് വിജിലൻസ് കണ്ടെത്തി. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം ബാങ്ക് വായ്പ എടുത്താണ്. കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പനയിലും ക്രമക്കേടില്ല. മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറിയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നുമില്ലെന്നുള്ള വിജിലൻസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി അംഗീകരിച്ചത്. 24 തിരുവനന്തപുരം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ റിപ്പോർട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ KK രാഗേഷിനെ പുകഴ്ത്തിയ IAS ഉദ്യോഗസ്ഥ ദിവ്യ S. അയ്യർ സമൂഹമാധ്യമ പോസ്റ്റിൽ വിവാദം തുടരുകയാണ്. ദിവ്യ S. അയ്യർക്കെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ രംഗത്തെത്തി. പോസ്റ്റ് സതുദ്ദേശപരമെങ്കിലും വീഴ്ചയുണ്ടായി എന്നാണ് KS ശബരിനാഥന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ രാജ്യസഭാംഗവുമായ KK രാഗേഷിനെ പുകഴ്ത്തി ദിവ്യ S. അയ്യർ പോസ്റ്റ് പങ്കുവച്ചത്. കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചം എന്ന തലക്കെട്ടോടെയായിരുന്നു ഇൻസ്റ്റഗ്രാം കുറിപ്പ്. ഇതിന് പിന്നാലെ കോൺഗ്രസ് സൈബറിടങ്ങളിൽ നിന്നടക്കം രൂക്ഷ വിമർശനമാണ് ദിവ്യക്കെതിരെ ഉയർന്നത്. ദിവ്യ S. അയ്യർക്കെതിരെ പരസ്യ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിരുന്നു. ദിവ്യ S. അയ്യർക്കെതിരെ കടുത്ത വിമർശനവുമായി K. മുരളീധരൻ. പിണറായിന്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചിലർ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നു. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറായില്ല. നന്മയുള്ളവരെ കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ടെന്നായിരുന്നു വിമർശനങ്ങൾക്ക് ദിവ്യയുടെ മറുപടി. കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെയാണ് ദിവ്യ അഭിനന്ദിച്ചതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രതികരണം. നമ്മളെ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരെങ്കിലും എത്രമാത്രം സങ്കുചിതമായി പോകുന്നു എന്നതിൻ്റെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല വാക്കുകൾ പറഞ്ഞാൽ ആ നല്ല വാക്ക് പറഞ്ഞ ആളുകൾക്കെതിരായിട്ടാണ് അധിക്ഷേപവും അക്രമവും നടക്കുന്നത്. അഭിനന്ദനം സതുദ്ദേശപരമെങ്കിലും വീഴ്ചയുണ്ടെന്നായിരുന്നു K. ശബരിനാഥന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കണമെന്നത് ഉദ്യോഗസ്ഥ ധർമ്മമാണ്. എന്നാൽ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ലെന്നും ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ശബരിനാഥൻ. പത്തനംതിട്ട കളക്ടറായിരിക്കെ മകനുമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മന്ത്രിസ്ഥാനം രാജിവെച്ച K. രാധാകൃഷ്ണനെ ദിവ്യ S. അയ്യർ ആലിംഗനം ചെയ്തതും വലിയ ചർച്ചയായിരുന്നു. 24 തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം തുടങ്ങി മുസ്ലിം ലീഗ്. ചന്തക്കുന്നിൽ ചുവരെഴുത്ത് ആരംഭിച്ചു. സ്ഥാനാർത്ഥിയാകാൻ സ്വീകാര്യനായ സ്വതന്ത്രൻ ഉണ്ടെങ്കിൽ പരിഗണിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. LDFിൽ നിന്ന് PV അൻവറിനെ അടർത്തി മാറ്റാൻ ഗൂഢാലോചന നടന്നുവെന്ന TP രാമകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി PV അൻവറും രംഗത്തെത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് മുന്നണികൾ. കോൺഗ്രസിന് മുൻപേ കൺവെൻഷനുകൾ ആരംഭിച്ച മുസ്ലിം ലീഗ് പ്രചാരണത്തിനും തുടക്കം കുറിച്ചു. നിലമ്പൂർ ചന്തക്കുന്നിൽ ചുവരെഴുത്ത് ആരംഭിച്ചു. കൈപ്പത്തിയും വരച്ചു തുടങ്ങി. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ പേര് കൂടി ഉൾപ്പെടുത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കവും പ്രശ്നവുമില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. LDFിനകത്ത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് സാധാരണ നില ഒരു പ്രയാസമില്ല. അതിന്റെ മേലെ തർക്കങ്ങളോ പ്രശ്നങ്ങളോ LDFിനകത്ത് വരുന്നില്ല. CPMന്റെ അനുവദിച്ച സീറ്റായതുകൊണ്ട് ഞങ്ങളെ പാർട്ടി ചിഹ്നത്തിൽ മാത്രം മത്സരിച്ചോളണമെന്നില്ല. ഞങ്ങൾക്ക് സ്വീകാര്യനായ സ്വതന്ത്രനുണ്ടെങ്കിൽ ആ സ്വതന്ത്രനെ ഞങ്ങൾ പരിഗണിക്കും. അങ്ങനെ പരിഗണിച്ചിട്ടുണ്ട് കേരളത്തിൽ. UDFിൽ സ്ഥാനാർത്ഥിയാകാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഇടതുപക്ഷമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ്, ഇപ്പുറത്ത് നിന്ന് ആരെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടാണ് അവർ സ്ഥാനാർത്ഥി പോലും ഇല്ല അവർക്ക്. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല, ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും. അത് ഞങ്ങൾ വേണ്ട തരത്തിലുള്ള ചർച്ചകൾ നടത്തി ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. തന്നെ LDFിൽ നിന്ന് അടർത്തി മാറ്റിയത് മുഖ്യമന്ത്രി എന്ന് PV അൻവർ. ഞാൻ ഏത് ഘട്ടത്തിലാണ് മാറുന്നത്? ഈ കള്ളക്കടത്തുകാരുടെ ഒരു ഭാഗമാണ് എന്ന്
മാറ്റി തീർക്കാനുള്ള ശ്രമം നടത്തിയ സമയത്തല്ലേ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വരുന്നത്. പിന്നെ എവിടെയാണ് ഈ അടർത്തി മാറ്റുന്നത്? എന്നെ ചവിട്ടി തള്ളിയതല്ലേ പുറത്തേക്ക്. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ കൊണ്ടും കൊടുത്തും നിലമ്പൂരിൽ നിറയുകയാണ് മുന്നണികൾ. 24 മലപ്പുറം. കാട്ടാന ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ ആഹ്വാനം ചെയ്ത ജനകീയ ഹർത്താൽ പൂർണ്ണമാണ്. വെറ്റിലപ്പാറയിൽ റോഡ് ഉപരോധിച്ച നാട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനിടെ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകളെത്തി. ജനകീയ സമിതിയും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആഹ്വാനം ചെയ്ത ഹർത്താലിൽ കടകൾ അടഞ്ഞുകിടക്കുകയാണ്. അതിരപ്പള്ളിയുടെ പ്രവേശന കവാടമായ അരൂർമൊഴി വെറ്റിലപ്പാറയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വിനോദസഞ്ചാരികളുടെ വാഹനം തടഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കാട്ടാനാക്രമണം തുടരുന്ന അതിരപ്പള്ളിയിൽ പ്രത്യേക RRT നിയോഗിക്കണം എന്നാവശ്യപ്പെട്ടാണ് ജനകീയ ഹർത്താൽ. RRT സംഘത്തെ നിയോഗിക്കണം. അതുകൂടാണ്ട് തന്നെ ഇപ്പൊ ഫെൻസിങ് ഇടുന്നുണ്ട്. അത് എത്രയും വേണം. ഫെൻസിങ് ഇട്ടാൽ മാത്രം പോരാ. ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റനൻസ് അത് അത്യാവശ്യമായിട്ട് അത് ചെയ്യണം. RRT ഇടണം. ഇവിടെ ഫെൻസിങ്ങിന്റെ പരിപാടി തുടങ്ങിയിട്ട് കാലങ്ങളായി. അത് വരാൻ പോയിട്ട് ഇതുവരെ വരുന്നില്ല. വരും എന്ന് പറയുന്നത് അല്ലാണ്ട് ഇപ്പൊ പണി തുടങ്ങിയിട്ടുണ്ട്. എന്താവെന്ന് അറിയാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞാലും ഇതിന്റെ മെയിൻറ്റെയിൻ ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനും ആൾക്കാർ വേണ്ടേ? അതൊന്നുമില്ല. അംബിക, സതീഷ്, സെബാസ്റ്റ്യൻ എന്നിവർക്കാണ് കാട്ടാനാക്രമണത്തിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ അതിരപ്പള്ളിയിൽ ജീവൻ നഷ്ടമായത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ കണ്ണൻകുഴിയിലാണ് ഇന്നലെ രാവിലെയും ഇന്ന് പുലർച്ചെയും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. ഫെൻസിംഗ് തകർത്ത് വീട്ടുമുറ്റത്ത് വരെ എത്തിയ കാട്ടാന വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. കാലങ്ങളായുള്ള ആശങ്കയും തുടരുന്ന സർക്കാരിന്റെ അനാസ്ഥയും ഇതിൽ നിന്നെല്ലാം പ്രതിഷേധമായാണ് നാട്ടുകാർ തെരുവിലിറങ്ങിയത്. അതിരപ്പള്ളിയിൽ നിന്ന് സന്തോഷ് ശേഖർക്കൊപ്പം നിതിൻ അംബുജൻ, 24. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അധ്യാപകരുടെ PF അക്കൗണ്ട് ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമിച്ച അധ്യാപകൻ അറസ്റ്റിലായി. മലപ്പുറം കാടാമ്പുഴ AUP സ്കൂളിലെ അധ്യാപകൻ സെയ്തലവിയാണ് അറസ്റ്റിലായത്. വിപിൻ C. വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, എങ്ങനെയാണ് ഈ അധ്യാപകൻ ഈ പണം വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റാനൊക്കെ ശ്രമിച്ചത്? എങ്ങനെ പിടികൂടി? വിജയകുമാർ, ഈ സ്കൂളിലെ അധ്യാപകരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ ഉൾപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. ഇത് ആണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. അവിടുത്തെ സ്കൂളിലെ മറ്റു വിവരങ്ങളും ഒപ്പം തന്നെ ഈ PF ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി അവർ അവിടെ തന്നെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. ഇതിലാണ് കയറിയിട്ട് ഇതിന്റെ പാസ്വേഡൊക്കെ ഉപയോഗിച്ച് ഇതിൽ കയറിയിട്ടാണ് ഹാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനായിരുന്നു ശ്രമിച്ചത്. പ്രധാന അധ്യാപകന്റെ സമ്മതമോ അറിവോ ഒന്നും തന്നെ ഇല്ലാതായിരുന്നു ഈ ഒരു ശ്രമം സെയ്തലവയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ ഈ പണം നഷ്ടപ്പെട്ട ചില അധ്യാപകർ ഇത് ശ്രദ്ധിക്കുകയും അങ്ങനെ പോലീസിൽ പരാതി കൊടുക്കുകയുമായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവം. അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിലാണ് സ്കൂളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ആ അന്വേഷണമാണ് സെയ്തലവിയിൽ എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ വിവിധ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നൊക്കെ സംബന്ധിച്ച് പോലീസിന്റെ ഒരു അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിൽ തന്നെയുള്ള സോഫ്റ്റ്വെയറിൽ കയറിയിട്ടായിരുന്നു ഈ ഒരു പണം മാറ്റാനുള്ള കാര്യം നടന്നത്. അധ്യാപകരുടെ PF അക്കൗണ്ട് ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാനാണ് ഈ അധ്യാപകൻ ശ്രമിച്ചത്. മലപ്പുറം കാടാമ്പുഴ AUP സ്കൂളിലെ അധ്യാപകൻ സെയ്തലവിയാണ് ഇപ്പോൾ അറസ്റ്റിലായത്. വിപിൻ C. വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് 2 ഇടങ്ങളിൽ ലഹരിവേട്ട. ഹൈബ്രിഡ് കഞ്ചാവും MDMA-യുമായി പയ്യോളി സ്വദേശിയും കഞ്ചാവ് ചേർത്ത ചോക്ലേറ്റുമായി ഡൽഹി സ്വദേശിയും പിടിയിലായി. പയ്യോളിയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവും MDMA-യുമായി യുവാവ് പിടിയിലായത്. കാറിൽ വിൽപ്പന നടത്താൻ എത്തിച്ച ലഹരി മരുന്നുമായി കിഴക്കേ കൂവുമൽ സ്വദേശി ഷഫീഖാണ് അറസ്റ്റിലായത്. 2.45 ഗ്രാം MDMA, 6.87 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കണ്ടെടുത്തു. കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റുമായി ഡൽഹി സ്വദേശി മോഹനീസ് അജവും അറസ്റ്റിലായി. ഏതാനും വർഷങ്ങളായി കുറ്റ്യാടിയിൽ കട നടത്തി വരികയായിരുന്നു മോഹനീസ് അജം. സ്റ്റേഷനറി കടയുടെ മറവിലായിരുന്നു ലഹരി വിൽപ്പന. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാദാപുരം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചേർത്ത ചോക്ലേറ്റ് മിഠായി കണ്ടെടുത്തത്. പിടിച്ചെടുത്ത കഞ്ചാവ് മിഠായിക്ക് 348 ഗ്രാം തൂക്കമുണ്ട്. 24 കോഴിക്കോട്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു.
SKN40 കേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. രണ്ടാം ദിനം മുക്കത്ത് നിന്ന് ആരംഭിച്ച ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കാളികളായി. ഓർമ്മകൾ പങ്കുവച്ച് മുക്കത്തെ മൊയ്തീന്റെ സ്വന്തം കാഞ്ചനമാലയും 24-നൊപ്പം ചേർന്നു. കോഴിക്കോട് മുക്കത്തു നിന്നാണ്. മുക്കം വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. മുക്കത്തെക്കുറിച്ച് ആഷിക്ക് എന്തൊക്കെ മനസ്സിലായി? മുക്കം പഴയ വ്യാപാര കേന്ദ്രമാണ്. മുക്കം എരവഴിഞ്ഞിപ്പുഴയുടെ തീരത്തുള്ള ഒരു നഗരമാണ്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരം SKN40 യാത്രയെ ഹൃദയത്തോട് ചേർത്തു. ഇരവഞ്ഞി പുഴയോരത്തു നിന്നാരംഭിച്ച ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ വ്യായാമ കൂട്ടായ്മകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, വ്യാപാരി സംഘടനകൾ പങ്കാളികളായി. ലഹരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ കോഴിക്കോട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ N. സുഗുണൻ വിശദീകരിച്ചു. 2 തലത്തിലാണ് ഇപ്പോൾ നമ്മുടെ എക്സൈസ് ഇതിനെ നേരിടുന്നത്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് സൈഡിൽ കൂടെ നമ്മുടെ സപ്ലൈ ലൈനിനെ തകർക്കുക. രണ്ടാമത് തന്നെ ബോധവൽക്കരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഡിമാൻഡ് സൈഡിനെ കേന്ദ്രീകരിക്കുക. മുക്കം എന്ന ഗ്രാമത്തെ പരിശുദ്ധമായ പ്രണയത്തിലൂടെ ലോകത്തെ അറിയിച്ച കാഞ്ചനമാല ഓർമ്മകൾ പങ്കുവെക്കുകയും ലഹരി വിരുദ്ധ പോരാട്ടത്തിനുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്തു. ലഹരിക്കെതിരെ ഞങ്ങൾ എന്നും എതിരാണ്. സലാം എടുക്കേണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ എത്രയോ പ്രവർത്തനം നടത്തി ഒരുപാട് ആളുകളെ മദ്യത്തിൽ നിന്ന് മുക്താക്കി. പക്ഷേ ഈ ലഹരി ഉണ്ട് എന്ന് എനിക്കറിയാം. മുക്കം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും വിവിധ ക്ലബ്ബുകളും NSS NCC വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് 24-നൊപ്പം ചേർന്നു. ഫുട്ബോളാണ് ലഹരി എന്ന സന്ദേശത്തോടെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ നടന്ന പരിപാടിയിൽ ഫുട്ബോൾ തട്ടി SKN-ഉം വിദ്യാർത്ഥികൾക്കൊപ്പം അണിചേർന്നു. സ്കോർപിയൻ കിക്ക്. 24 കോഴിക്കോട്. കാരന്തൂർ മർക്കസിലെത്തിയ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുമായി ഗ്രാൻഡ് മുഫ്തി AP അബൂബക്കർ മുസ്ലിയാർ പങ്കുവച്ചത് ലഹരിക്കെതിരെയുള്ള വലിയ സന്ദേശങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും മതേതര ഇന്ത്യയുടെ മഹത്വവും അദ്ദേഹം ആവേശപൂർവ്വം ഉയർത്തിക്കാട്ടി. ലോകത്ത് ഏറ്റവുമധികം സ്വാധീനമുള്ള 500 മുസ്ലിം നേതാക്കളിൽപ്പെട്ടയാൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മലബാറിൽ 24-ന്റെ അഭ്യുദയകാംക്ഷികളിൽ മുൻനിരക്കാരൻ. ആർ ശ്രീകണ്ഠൻ നായർക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായ വ്യാഖ്യാനം നൽകി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. 1978 നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ യാതൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇത് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ 65,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളെ സ്ഥാപനത്തിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നാടിന്റെ ഖ്യാതി ലോകമെങ്ങും എത്തണമെങ്കിൽ നിലവാരമുള്ള വിദ്യാഭ്യാസം അനിവാര്യമെന്ന് മർക്കസ് ആത്മീയാചാര്യൻ. ഈ രാജ്യത്ത് വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഉണ്ടായാൽ ആ പറയുന്നതിനൊന്നും ഒരർത്ഥമില്ല എന്ന് വരും. ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ പറയാറുള്ളത് പോലെ തന്നെയാണ്. ഭാവിയിൽ ഇന്ത്യൻ്റെ പ്രസിഡന്റ് ആവാം, പ്രധാനമന്ത്രിയാവാം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം ഇങ്ങനെ: എല്ലാ വിഭാഗം ആളുകളും ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന നിലയിൽ എല്ലാവർക്കും ജീവിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും സൗകര്യമുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം. നാടിന്റെ ശാപമായ ലഹരി വ്യാപനം ഇല്ലാതാക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായ ധാരണയുണ്ട് കാന്തപുരത്തിന്. മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം ബോധവൽക്കരണത്തിലൂടെ മാത്രമേ അത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാർത്ഥികളെ ശരിക്ക് മതം നോക്കാതെ ഏത് മതക്കാരായാലും ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥികളെ നല്ല മോറൽ ക്ലാസ് വെച്ച് ഈ ബോധവൽക്കരണം നടത്തണം. ആർ ശ്രീകണ്ഠൻ നായരുടെ ലഹരി മുക്ത യാത്രയ്ക്ക് ആശംസകൾ നേരുന്നതിനൊപ്പം ഈ മാസം 20-ന് കോഴിക്കോട്ട് നടക്കുന്ന സമാപന മഹാസമ്മേളനത്തിൽ അണിചേരാമെന്നും വാഗ്ദാനം നൽകി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ന്യൂസ് ഡെസ്ക് 24.
പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായ 18 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. NIA-യുടെ ആവശ്യമാണ് കോടതി നിരാകരിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, ഇത്രയും പ്രതികൾക്ക് ഒരുമിച്ച് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ മേൽക്കോടതിയിൽ പോകാനാണ് NIA തീരുമാനിച്ചത്. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വിജയകുമാർ, ഈ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഹൈക്കോടതി അനുവദിച്ച ജാമ്യത്തിനെതിരെയാണ് സുപ്രീം കോടതിയിൽ NIA ഹർജി നൽകിയത്. ഇവർക്ക് ഈ 18 പ്രതികൾക്കും അനുവദിച്ച ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യമാണ് NIA ഉന്നയിച്ചത്. എന്നാൽ ആ ആവശ്യം സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക, NK സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ NIA-യുടെ ഹർജി തള്ളിയത്. പ്രധാനമായും ഈ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളതായിരുന്നു ജാമ്യം റദ്ദാക്കുന്നതിനുള്ള പ്രധാന കാരണമായി NIA ചൂണ്ടിക്കാണിച്ചത്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള രേഖകളും NIA-ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ ഇവ പരിശോധിച്ച സുപ്രീം കോടതി ഇവയൊന്നും തന്നെ ഗൗരവ സ്വഭാവമുള്ളതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് NIA-യുടെ ഈ അപേക്ഷ തള്ളിയത്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി ഈ 18 പ്രതികൾക്കും അനുവദിച്ച ജാമ്യം സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. വിജയകുമാർ. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. നാഷണൽ ഹെറാൾഡ് കേസിലെ ED കുറ്റപത്രത്തിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. ED ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഡൽഹി പോലീസ് തടഞ്ഞു. ED നീക്കത്തിനെതിരെ നിയമപോരാട്ടം നടത്തുമെന്ന് സച്ചിൻ പൈലറ്റ് 24-നോട് പ്രതികരിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 1ഉം 2ഉം പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച ED നടപടിക്കെതിരെയായിരുന്നു ഡൽഹി AICC ആസ്ഥാനത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് ED-യുടെ കണ്ടെത്തൽ. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമപരമായി നേരിടുമെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. It's a bogus case, it's a fake case. Everybody knows that this is a political vendetta, this is vindictive politics that Mr. Modi is doing. It's okay, we'll deal with it. നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും സച്ചിൻ പൈലറ്റ്. We'll see legally what is to be done, but right now we are there and we will fight on the streets, we'll fight in the court. Justice will prevail. We have full faith in the judiciary. AICC ആസ്ഥാനത്ത് നിന്ന് ED ഓഫീസിലേക്കുള്ള മാർച്ച് നടത്താനുള്ള പ്രവർത്തകരുടെ നീക്കം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ഡൽഹി PCC അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നീക്കി. അതിനിടെ ഹരിയാന ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് ബെദ്ര ഇന്ന് വീണ്ടും ED-ക്ക് മുന്നിൽ ഹാജരായി. പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് ED ഓഫീസിലെത്തിയത്. ഷിക്കോപൂരിലെ ഭൂമി മറിച്ചുവിറ്റതിൽ ക്രമക്കേടുണ്ടെന്നാണ് ED-യുടെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം 6 മണിക്കൂർ ED റോബർട്ട് ബെദ്രയെ ചോദ്യം ചെയ്തിരുന്നു. ED നടപടിക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം സുപ്രീം കോടതിയിലടക്കം സമീപിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഡൽഹിയിലെ AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനും ആശിഷ് പട്ടുവിനുമൊപ്പം വിനീത VG 24. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. MDMA കേസിൽ ടാൻസാനിയൻ പൗരൻ കുന്നംകുളത്ത് പിടിയിലായി. 26-കാരനായ അബ്ദുൾ ഹമദ് മഖാമയാണ് അറസ്റ്റിലായത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പിടിയിലായ ഈ ടാൻസാനിയൻ പൗരൻ ഈ ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണോ? ഇയാളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ പിടികൂടിയിട്ടുണ്ട് അന്വേഷണ സംഘം? വിജയകുമാർ, ഈ ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ലഹരിക്കച്ചവടം നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇപ്പോൾ ഈ കുന്നംകുളം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ഈ കുന്നംകുളം പോലീസ് ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMA-യും അതുപോലെ തന്നെ 2 കിലോ ഹാഷിഷ് ഓയിലും പിടികൂടിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. ഈ കേസിന്റെ തുടരന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ ലഹരി സംഘത്തിലെ പ്രധാന കണ്ണിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. ഇന്നലെ ബംഗളൂരു എയർപോർട്ട് വഴി രക്ഷപ്പെടാൻ
രക്ഷപ്പെടാൻ ഈ പ്രതി ശ്രമിക്കുന്നതിനിടയിൽ ഈ കുന്നംകുളം പോലീസ് അവിടെ എത്തുകയും ഈ വിമാനത്താവളത്തിൽ നിന്നാണ് ഈ പ്രതിയെ അതിസാഹസികമായി പിടികൂടിയതെന്നുള്ളതാണ് പറയുന്നത്. ബംഗളൂരു ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ വിദേശത്ത് നിന്ന് ലഹരി എത്തിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നതിലെ പ്രധാന കണ്ണിയാണ് ഈ പിടിയിലായിരിക്കുന്ന ഈ ടാൻസാനിയൻ പൗരൻ. ഈ കുന്നംകുളത്തുള്ളവർക്കും ഈ ലഹരി കച്ചവടം നടത്തിയിരുന്നത് ഈ വ്യക്തിയായിരുന്നു. അങ്ങനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഓഗസ്റ്റിൽ കുന്നംകുളത്ത് ചൊവ്വന്നൂരിൽ ലഹരി പിടികൂടിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഇയാളെ 5ാം പ്രതിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എവിടെയൊക്കെയാണ് ഇയാൾ ലഹരി കച്ചവടം നടത്തിയതെന്ന് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നുള്ളതാണ് കുന്നംകുളം പോലീസ് അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ടാൻസാനിയൻ പൗരനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതും കുന്നംകുളം പോലീസിന്റെ പരിഗണനയിലാണ് നിലവിൽ. വിജയകുമാർ. 26-കാരനായ ടാൻസാനിയൻ പൗരൻ അബ്ദുൽ ഹമദ് മഖാമയാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇയാളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കും ചോദ്യം ചെയ്യുമ്പോഴെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സുരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്കു ചൂണ്ടിയ സംഭവത്തിൽ വിവാദ യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ പരാതി നൽകുമെന്ന് ബസ് ഉടമ. 2 തോക്കുകൾ ചൂണ്ടിയാണ് മുഹമ്മദ് നിഹാദ് ബസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതെന്നും കസ്റ്റഡിയിലെടുത്ത നിഹാദിനെ വിട്ടയച്ചത് ശരിയായില്ല എന്നും ബസ് ഉടമ അഖിലേഷ് 24-നോട് പ്രതികരിച്ചു. ഇന്നലെ വൈകിട്ടാണ് കണ്ണൂർ കല്യാശ്ശേരി സ്വദേശിയായ വ്ളോഗർ തൊപ്പിയെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുഹമ്മദ് നിഹാദ് എന്ന തൊപ്പി സഞ്ചരിച്ച കാർ ബസ്സുമായി ഉരസി എന്നാരോപിച്ച് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവർക്ക് നേരെ തോക്ക് ചൂണ്ടിയതുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ബസ് ഉടമയോ ജീവനക്കാരോ പരാതി നൽകാത്തതിനെ തുടർന്ന് യുവാവിനെ വിട്ടയച്ചു. ഇതിനെതിരെ ബസ് ഉടമ രംഗത്തെത്തി. ബസ് ഈ വണ്ടിയുടെ പാസ് ചെയ്ത് പോയപ്പോ തിരിച്ച് ഈ തൊപ്പി പിന്നെ ഓവർടേക്ക് ചെയ്ത് വന്ന് 2 കയ്യില് പിസ്റ്റൺ എടുത്തിട്ട് ഡ്രൈവർക്ക് നേരെ ചൂണ്ടി റണ്ണിങ്ങില്. ഈ സമയത്താണ് ഡ്രൈവർ ആകെ വെപ്കളത്തിലായിപ്പോയി. വണ്ടി നിയന്ത്രണം വിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ വന്നു. വണ്ടിയിൽ നിന്ന് തന്നെ 2 പിസ്റ്റണ് ഇവരെടുത്തിട്ടുണ്ട്, ഗണ്ണെടുത്തിട്ടുണ്ട്, പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിറയെ യാത്രക്കാരുമായി വന്ന KL 86B 3456 നമ്പർ ബസ് വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് തടഞ്ഞു നിർത്തിയാണ് മുഹമ്മദ് നിഹാദും 2 സുഹൃത്തുക്കളും ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ ഉപയോഗിച്ച് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ബസ് തൊഴിലാളികൾ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. കൊല്ലത്ത് പെൺസുഹൃത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും യുവാവിന്റെ കൈയും കാലും തല്ലിയൊടിച്ചു. സ്വകാര്യ ബസ് കണ്ടക്ടറായ മടത്തറ സ്വദേശി റാഷിദിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസമാണ് 4 പേരടങ്ങുന്ന സംഘം ബസ് കണ്ടക്ടറായ റാഷിദിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ബസ്സിൽ നിന്നും പിടിച്ചിറക്കിയായിരുന്നു മർദ്ദനം. നാട്ടുകാർ ഓടിക്കൂടിയതോടെ അക്രമികൾ ബൈക്കിൽ കടന്നു കളഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. 2 പേര് വന്ന് വണ്ടിക്കകത്ത് കയറി അവിടെ നിന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് വെളിയിലിട്ട് അവിടെ കിടന്ന വലിയ റബ്ബറും കമ്പെടുത്ത് എൻ്റെ തലയ്ക്കും കാലിലും കയ്യിലും അടിക്കുകയായിരുന്നു. ആളെ കണ്ടറിയാം. എൻ്റെ കൊച്ചിനെ കിട്ടിയോളം നിനക്ക് പ്രേമിക്കണമെന്ന് പറഞ്ഞിട്ട് അടിച്ച് എനിക്കും ഇഷ്ടം, അവർക്കും ഇഷ്ടമാണ്. 19കാരിയുമായി ഏറെ നാളായി സൗഹൃദത്തിലായിരുന്നു റാഷിദ്. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ എതിർപ്പിനിടെ അഞ്ചലിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തി. ഇതറിഞ്ഞെത്തിയ പെൺകുട്ടിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് റാഷിദിനെ മർദ്ദിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഉടൻ പിടികൂടുമെന്നും ഏരൂർ പോലീസ് പറഞ്ഞു. 24 കൊട്ടാരക്കര. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ഭീഷണിയുമായി BJP. പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നും രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ പറഞ്ഞു. BJP മാർച്ചിൽ സ്വാഗത പ്രസംഗത്തിനിടെയായിരുന്നു ഈ ഭീഷണി. മാത്രം സൂചിപ്പിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടി ഈ നിമിഷം വരെയും രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകം എടുത്തിട്ടില്ല. നിങ്ങൾ അഹങ്കരിക്കുകയാണ്, ഞാൻ എന്റെ കാല് പാലക്കാട്ടിലുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിൽ ആകാശത്ത് തല വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും, കാല് മുഴുവൻ ആകാശത്തേക്ക് വരേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ഇപ്പോഴും കാല് കുത്തിയാണ് നടക്കുന്നതെന്നും തലയാണ് വേണ്ടതെങ്കിൽ നീട്ടിവെച്ച് കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. അല്ല, ഈ നാട്ടില് പിന്നെ BJP കോൺഗ്രസിനെതിരായിട്ട് സമരം നടത്തുന്നതിനകത്ത് BJP എതിർക്കുന്നതുകൊണ്ടാണല്ലോ സമരം നടത്തുന്നത്. അതിനകത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. എന്താ പറയുക,
കഴിഞ്ഞ ദിവസം ഈ കാലെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ കാല് കുത്തി കിടക്കുന്നത്. ഇപ്പോൾ തലയാ പറയുന്നതെങ്കിൽ തലയങ്ങോട്ട് നീട്ടി വെച്ച് കൊടുക്കും. എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. അശ്വിൻ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് BJP മാർച്ച്, അത് സംഘർഷത്തിൽ കലാശിച്ചു. നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ തുടർച്ച എന്ന വട്ടം BJPയുടെ ജില്ലാ നേതാക്കൾ വീണ്ടും വലിയ കൊലവിളി പ്രസംഗങ്ങളും ഒക്കെയായി വരുന്നു. രാഹുൽ അതിന് മറുപടി പറയുന്നു. എന്താണ് പാലക്കാട്ടു നിന്നുള്ള വിവരങ്ങൾ? BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ്റെ വാക്കുകളാണ് കേട്ടത്. കഴിഞ്ഞ ദിവസം ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ് ഗേവാറിൻ്റെ പേരിടാനുള്ള തീരുമാനത്തിനെതിരെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു മാർച്ച് കോൺഗ്രസ് നടത്തിയിരുന്നു. അന്ന് അതിനുശേഷം BJPയും ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിലും രാഹുലിൻ്റെ കാല് വെട്ടുമെന്നായിരുന്നു BJP നേതാക്കളുടെ ഭീഷണി. അതിനുശേഷം ഇന്ന് വീണ്ടും ഒരു ഭീഷണിയുമായി എത്തുന്നു. എന്തായാലും ഈ സംഭവങ്ങൾ വലിയൊരു വിവാദത്തിലേക്ക് പോകുന്നതിനിടെയാണ് BJPയുടെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ തന്നെ ഒരു MLA-ക്കെതിരെ ഇത്രയും വലിയ ഭീഷണിയുമൊക്കെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് കൗതുകം. എന്തായാലും രാഹുൽ അതിനെയൊന്നും അത്ര വലിയ രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് ലഭ്യമാകുന്നത്. അന്ന് കാല് വെട്ടുമെന്ന് പറഞ്ഞെങ്കിൽ അതേ കാലുകൊണ്ടാണ് ഇന്ന് പാലക്കാട് കൂടി നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തലയാണ് വേണ്ടതെങ്കിൽ തല നീട്ടിവെച്ച് തരാൻ തയ്യാറാണ്, പക്ഷേ മാപ്പ് പറയാൻ ഒരിക്കലും തയ്യാറല്ല എന്നുള്ള കാര്യം അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഈ ഭീഷണിക്കെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് വൈകുന്നേരം BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു മാർച്ച് ഈ ഭീഷണിക്കെതിരെ നടത്തുകയാണ്. തുടർച്ചയായുള്ള ഭീഷണികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നത്. കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്ന് വൈകുന്നേരം BJPയുടെ ജില്ലാ ഓഫീസുകളിലേക്ക് ഉണ്ടാകുമെന്ന് നേതൃത്വം അറിയിക്കുന്നുണ്ട്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്. കൊല്ലം പൂരത്തിലെ കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത് വിവാദത്തിൽ. പുതിയകാവ് ക്ഷേത്രമാണ് നവോത്ഥാന നായകരുടെ ചിത്രത്തിനൊപ്പം ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പോലീസിന് പരാതി നൽകി. സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്നും നിജസ്ഥിതി ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇന്നലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കൊല്ലം പൂരം അരങ്ങേറിയത്. സാംസ്കാരിക സമ്മേളനത്തിന് പിന്നാലെയാണ് കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത്. നടപടി ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്നും കേസെടുക്കണമെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വിഷ്ണു സുനിൽ പന്തളം കമ്മീഷണർക്ക് പരാതി നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിനകത്ത് കൃത്യമായ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആ വീഴ്ച ഒരു കാരണവശാലും മറച്ചു വെക്കാൻ പറ്റത്തില്ല. കാര്യം കടക്കൽ ക്ഷേത്രത്തിന് ശേഷം കോട്ടിക്കൽ, അതിനുശേഷം ഇപ്പോൾ ആശ്രാമം കൊല്ലം പൂരവുമായി ബന്ധപ്പെട്ട് ആരാധനാലയങ്ങൾ എപ്പോഴും വിശ്വാസികൾക്കുള്ളതാണ്. അവിടെയൊക്കെ രാഷ്ട്രീയം കലർത്തുവാൻ ശ്രമിക്കുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ശക്തമായ നിയമ പോരാട്ടങ്ങൾ അടക്കവുമായി മുന്നോട്ട് പോകും. ആചാരലംഘനം നടത്തിയ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടണമെന്ന് കാട്ടി ദേവസ്വം ബോർഡിനും പരാതി നൽകി. സംഭവത്തിൽ നിജസ്ഥിതി ബോധ്യപ്പെട്ടാൽ നടപടി ഉണ്ടാകുമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. ഇത്തരം കാര്യങ്ങൾ വെച്ചുപൊറപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, മത സാമുദായിക സംഘടനകളാവട്ടെ, ഇത്തരം കാര്യങ്ങളിൽ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് സ്വച്ഛശാന്തമായി പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലമാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയോ മത സാമുദായിക സംഘടനകളുടെയോ കൊടിയോ ചിഹ്നമോ മാത്രമല്ല, സാമ്യമുള്ളതായ കൊടിയോ ചിഹ്നമോ പാടില്ല എന്നുള്ളതാണ്. സംഭവത്തിൽ കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയ ദേവസ്വം ബോർഡ് ദേവസ്വം വിജിലൻസ് SP-യോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സംഭവത്തിൽ DYFI കൊല്ലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. തൃശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. തെക്കേ സ്വരാജ് റൗണ്ടിൽ നിർമ്മിക്കുന്ന പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. മേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയ്ക്ക് ശേഷമാണ് കാൽനാട്ടിയത്. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം. ആദ്യ ചടങ്ങിൽ പൂരാവേശ മലതല്ലി. പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് പൂരപ്പന്തൽ ഉയരുക. തിരുവമ്പാടിയുടെ കാൽനാട്ടുകർമ്മം ഈ മാസം 25-ന് നടക്കും. വെടിക്കെട്ടിന്റെ ഫയർ ലൈനിൽ മാറ്റം വരുത്തി കൂടുതൽ പേർക്ക് ഇക്കുറി സ്വരാജ് റൗണ്ടിൽ വെടിക്കെട്ട് കാണാനുള്ള സൗകര്യമൊരുക്കുമെന്ന് പാറമേക്കാവ് ദേവസ്വം. വെടിക്കെട്ട് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്തു പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്.
ഏതാണ്ട് 4-5 ദിവസം മുമ്പ് ജില്ലാ ഭരണകൂടവും പാറമേക്കാവ് ദേവസ്വമായിട്ട് ഇവിടെ അളക്കുകയുണ്ടായി. അപ്പോൾ ഫയർ ലൈൻ ഒന്നുകൂടി ഉള്ളിലേക്ക് വലിച്ചാൽ വളരെയധികം ആൾക്കാരെ സ്വരാജ് റൗണ്ടിൽ നിർത്താൻ സാധിക്കും. അപ്പോൾ ഇത്തവണ വളരെ ഒരു ചെറിയ ഏരിയയിലാണ് നിർത്താൻ 100 അടി കിട്ടാത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും 100 മീറ്ററിൽ കൂടുതലുണ്ട്. പൂരം വെടിക്കെട്ട് ഭംഗിയായി ആസ്വദിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി മുൻ മന്ത്രി VS സുനിൽകുമാർ. തൃശ്ശൂർ റൗണ്ടിൽ പന്തലിൻ്റെ കാൽനാട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പൂരത്തിൻ്റെ തിരക്കാരംഭിക്കും. ആ തിരക്കാരംഭിച്ച് കഴിഞ്ഞാൽ പൂരം കഴിയുന്നത് വരെ അതിൻ്റെ ആവേശകരമായിട്ടുള്ള ഒരുക്കങ്ങളും എങ്ങനെ പൂരം അതിഗംഭീരമാക്കാൻ കഴിയുന്നതാണ് എല്ലാവരും കൂടി ആലോചിക്കുന്നത്. പൂരത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയിലെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ. അതിഗംഭീരമായ പൂരമാക്കി 2025 പൂരം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പൂരം മാത്രമല്ല, വെടിക്കെട്ട് ഉൾപ്പെടെ പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേരള ഗവൺമെൻറ്റും പൂരാഘോഷ കമ്മിറ്റികളും ദേവസ്വങ്ങളും തയ്യാറെടുത്ത് വരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം അതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. 100 അടി ഉയരത്തിലാണ് ബഹുനില പന്തൽ ഒരുങ്ങുന്നത്. 24 തൃശൂർ. PM ശ്രീ പദ്ധതിയിൽ മന്ത്രി V. ശിവൻകുട്ടിയുടെ നിലപാടിനെ തള്ളി CPI മുഖപത്രം ജനയുഗം. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടെന്നും പദ്ധതി വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുമാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. പദ്ധതിയിൽ ചേരാത്തതിനാൽ SSA ഫണ്ട് തടഞ്ഞുവെക്കും എന്ന കേന്ദ്ര നിലപാടിനെയും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ CPIയും CPIഎമ്മും രണ്ടു തട്ടിലാണ്. പദ്ധതി വേണ്ടെന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ് പാർട്ടി മുഖപത്രമായ ജനയുഗത്തിലൂടെ CPI. മോദി സർക്കാരിന്റെ ദുശാഠ്യത്തിന് വഴങ്ങരുതെന്നും PM ശ്രീയിൽ ചേരാത്തതിനാൽ SSA ഫണ്ട് തടഞ്ഞുവെക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് വിമർശനം. പദ്ധതിയിൽ ചേരാതെ അർഹമായ അവകാശങ്ങൾ കണക്കു പറഞ്ഞു വാങ്ങണം. വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളം പിന്നോട്ടല്ലെന്നും ജനയുഗം പറയുന്നു. PM ശ്രീയിൽ ചേരാൻ വിദ്യാഭ്യാസ വകുപ്പ് തിടുക്കം കാണിക്കുമ്പോഴാണ് CPI ചേരേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. 24 തിരുവനന്തപുരം. സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. 78 ലക്ഷം രൂപയുടെ ക്ഷേമനിധി ബോർഡ് വിഹിതം ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു. ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്കായ സംഗീതിനെതിരെ ലോട്ടറി വകുപ്പ് ഡയറക്ടർ പോലീസിൽ പരാതി നൽകി. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ബന്ധു നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ വിജിലൻസ് സംഘമാണ് ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്ക് സംഗീത് നടത്തിയ വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നത്. 2018, 19, 20 കാലയളവിൽ ഡയറക്ടറേറ്റിലെ ക്ഷേമനിധി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു വകുപ്പിന്റെ പ്രതിദിന വരുമാനത്തിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് മാറ്റുന്ന തുകയിൽ സംഗീത് തിരിമറി നടത്തിയത്. 63 ലക്ഷം രൂപ ഇയാൾക്കായി വീട് വയ്ക്കുന്ന കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കുമാണ് സംഗീത് മാറ്റിയത്. സാമ്പത്തിക തിരിമറിയുടെ രേഖകൾ സംഗീത് പൂഴ്ത്തിയതായും ആരോപണമുണ്ട്. തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ 14-ാം തീയതി വകുപ്പ് ഡയറക്ടർ സംഗീതിനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ലോട്ടറി വകുപ്പ് ഡയറക്ടറുടെ വ്യാജമുദ്ര ഉണ്ടാക്കി അനധികൃത അവധിയെടുത്തതിന് 6 മാസം മുമ്പ് സംഗീതിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ തട്ടിപ്പും പുറത്തുവരുന്നത്. സംഗീത് കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയിരിക്കാനുള്ള സാധ്യതകളും ലോട്ടറി വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ വിജിലൻസും ലോട്ടറി വകുപ്പും സംഗീതിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ കേസെടുത്തിട്ടില്ല. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം. കേരള പോലീസിന്റെ വ്യാജ ചിഹ്നം ഉപയോഗിച്ച് വീണ്ടും തട്ടിപ്പ്. കാക്കനാട് സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർക്കാണ് 1000 രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വ്യാജ സന്ദേശം എത്തിയത്. ഇതുവരെ 20ഓളം പരാതികളാണ് സൈബർ പോലീസ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് നിയമലംഘനം നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി ഓട്ടോ ഡ്രൈവറായ സന്തോഷിന് സന്ദേശമെത്തിയത്. 1000 രൂപ പിഴയടയ്ക്കണമെന്നാണ് വാട്സപ്പ് മെസ്സേജ്. തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ പോലീസിനെ വിവരമറിയിച്ചു. മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും അത് വേറൊരു ഇതിലേക്ക് പോയി. പക്ഷേ ഞാനത് അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തു, ഓഫ് ചെയ്തു. അതിനുശേഷം രാത്രി ഒരു 2 മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്നായിരുന്നു. ഞാനത് കോൾ കട്ട് ചെയ്തു. അതിനുശേഷം രാവിലെയാണ് പത്രവാർത്തയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെ എറണാകുളത്ത് 2 പേർക്ക് 1,81,500 രൂപ നഷ്ടമായി. കാക്കനാട് NGO കോട്ടേഴ്സ് സ്വദേശി അൻവറിനും മട്ടാഞ്ചേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിക്കാണ് പണം നഷ്ടമായത്. പണം നഷ്ടപ്പെട്ടവരോട് 1930 എന്ന നമ്പറിൽ അടിയന്തരമായി പരാതി രജിസ്റ്റർ ചെയ്യാനാണ് സൈബർ പോലീസിന്റെ നിർദ്ദേശം. 24 കൊച്ചി. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ ഉയർന്ന ചൂട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാകും, രേഖപ്പെടുത്തും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ
മുന്നറിയിപ്പോ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനത്തിലെ CBI അന്വേഷണ ഉത്തരവിന് പിന്നാലെ KM എബ്രഹാം നൽകിയ ഗൂഢാലോചന പരാതിയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലും 2 ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നായിരുന്നു KM എബ്രഹാമിന്റെ ആരോപണം. ഗൂഢാലോചനയിൽ IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാം ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് വിശദമായ കത്ത് നൽകിയത്. ഗൂഢാലോചന IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ ഗുരുതര ആരോപണവും ഉന്നയിച്ചു. PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയതിലുള്ള വൈരാഗ്യമാണ് ജോമോൻ പുത്തൻപുരയ്ക്കലിനെന്നാണ് KM എബ്രഹാമിന്റെ ആരോപണം. താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന മറ്റ് 2 പേർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട്. 3 പേരും സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് തന്റെ പക്കലുണ്ടെന്നും കത്തിൽ പറയുന്നു. തനിക്കെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനാണെന്നും KM എബ്രഹാം പറയുന്നുണ്ട്. പരാതിയിലെ അന്വേഷണ സാധ്യത സർക്കാർ പരിശോധിച്ചു വരികയാണ്. അതേസമയം KM എബ്രഹാം ഫോൺ രേഖകൾ എങ്ങനെ ശേഖരിച്ചു എന്ന സംശയമുയർത്തി ഹർജിക്കാരൻ രംഗത്തെത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 3 മരണം. കോട്ടയം എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞാണ് ഒരാൾ മരിച്ചത്. കൊല്ലം കരുനാഗപ്പള്ളിയിലും എറണാകുളം കാക്കനാടും ബൈക്ക് യാത്രികരാണ് മരിച്ചത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ കർണാടക സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. കണമല അട്ടിവളവിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ ആവേരി സ്വദേശിയായിട്ടുള്ള മാരുതി ഹരിഹരൻ എന്നയാളാണ് മരിച്ചത്. 16 അയ്യപ്പ ഭക്തന്മാർക്ക് പരുക്കേറ്റു. അപകടത്തെ തുടർന്ന് ഈ റൂട്ടിൽ ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടായി. മണിക്കൂറുകളെടുത്താണ് വാഹനമുയർത്തിയത്. വളവിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിലേക്ക് നയിച്ചത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. തഴവ സ്വദേശി നന്ദദേവനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശ്രീനാഥന് ഗുരുതര പരിക്കേറ്റു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാക്കനാട് ചെമ്പുമുക്കിൽ ടാങ്കറും സ്കൂട്ടറും ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. മഹേശ്വരിയാണ് മരിച്ചത്. കാക്കനാട് എറണാകുളം റോഡിൽ ചെമ്പുമുക്ക് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. ടാങ്കറിന്റെ പിൻഭാഗത്തെ ടയർ യുവതിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയതായി നാട്ടുകാർ പറയുന്നു. കണ്ണൂർ ചാവശ്ശേരിയിൽ ബസും ലോറിയും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാരായ 3 പേർക്ക് പരുക്കേറ്റു. കോഴിക്കോട് പന്തീരാങ്കാവിൽ നിയന്ത്രണം വിട്ട കാർ ഫ്ലൈ ഓവറിന്റെ ഡിവൈഡറിലിടിച്ച് അപകടമുണ്ടായി. ഇടിയിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 24 കോട്ടയം. അമേരിക്ക ചൈന തീരുവ യുദ്ധം കനക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ 245% തിരിച്ചടി തീരുവ ചുമത്തി ട്രംപ് ഭരണകൂടം. അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തെ ഭയക്കുന്നില്ല എന്ന് ചൈന വ്യക്തമാക്കി. അതിനിടെ ചർച്ചകൾക്കായി ചൈനയെ സമീപിക്കില്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനയാണ് ചർച്ചകൾക്ക് സമീപിക്കേണ്ടത് എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് പ്രതികരിച്ചത്. പരസ്യലോകത്തിന് പുത്തൻ ഉണർവേകി AI പരസ്യവുമായി സ്കീ ഐസ്ക്രീം റിലീസ് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ 1 ദശലക്ഷത്തിലധികം പേരാണ് പരസ്യം കണ്ടത്. കൊച്ചി ആസ്ഥാനമായുള്ള ക്രിയേറ്റീവ് ഏജൻസിയായ റിയൽ ട്രൈബും പ്രൊഡക്ഷൻ സ്റ്റുഡിയോയുമായ സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയനും ചേർന്നാണ് പരസ്യചിത്രം ഒരുക്കിയത്. എ ഡിവൈൻ ഇന്റലിജൻസ് എന്ന പേരിലാണ് വിഷു ഈസ്റ്റർ ക്യാമ്പയിനിന്റെ ഭാഗമായി പരസ്യം പുറത്തിറക്കിയത്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.